പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000 മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നീട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യക്തിഗതമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, സംസാരിക്കുന്ന സംഭാഷണങ്ങള്, എഴുതുന്ന രേഖകള്, ഒപ്പിടുന്ന ഡോക്യുമെന്റുകള്, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള്, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിന്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിന്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥതയിൽ ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലാസ്റ്റായിട്ട് അവസാനമായിട്ട് വിശ്വാസ വളർച്ചയുടെ 10 ദിവസത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് 2 10 ദിവസം 5-7 ഒരിക്കൽ കൂടി വായിക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ഇതുവരെ അപ്പൊ ജ്ഞാനത്തെ ആത്മസംയമനമാണ്. കാര്യം എന്താ കാര്യം? ജ്ഞാനം അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം? എടുത്തു ചാട്ടാൻ പറ്റത്തില്ല. തോക്കിന്റെ കഥകര വീടി വെക്കരുത്. എനിക്കറിയാം, നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറയാമെന്ന് പറയത്തില്ലേ, അതല്ല. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടുപോകും. ആത്മസംയമനം പിന്നെന്താ? ആത്മസംയമനത്തിന്റെ പേര് ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമായിക്കൊണ്ടെന്ന് എന്റെ അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ആത്മസംയമനത്തെ കുറിച്ചല്ല ഞാൻ പറയണത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെ കുറിച്ചാണ്. സംസ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങള്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികണ്ടും സമ്പൂർണമാക്കാൻ. അപ്പൊ ഈ സമ്പൂർണമാക്കുക. അപ്പൊ ഇവിടെ എന്തൊക്കെ കാണുന്നത്? എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? അതായത് ആത്മസംയമനത്തെയാണ്. ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടാകണമെങ്കിലേ ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയമനം, 5 മിനിറ്റ് ആത്മസംയമനം അല്ല, ദീർഘാത്മസംയമനമാണ്. അതിനാണ് ക്ഷമയാണെന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയമനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംയമനം ആയിപ്പോവും. അപ്പൊ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, എന്നുവെച്ചാൽ ആത്മസംയമനം തന്നെ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹം. ആ സഹിക്കുന്ന സ്നേഹം ആത്മസംയമനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം. ഈ സഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ആത്മസംയമനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ്. വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്, കിട്ടണത്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, പിന്നെന്താണ്? ക്ഷമയെ ഭക്തി കൊണ്ടും. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഭക്തി എന്ന് പറയുന്ന ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ്, തിക്തം. ഭഗവാനുമായിട്ട് തിക്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി. രക്തം രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കുന്നത്, അതാണ് രക്തം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കുന്നത് ഭക്തി. അപ്പൊ ദൈവമായിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത്. ആ ദൈവമായിട്ട് ഒട്ടി നിൽക്കണം എന്നുണ്ടെങ്കിൽ കൈകൾ കൂപ്പി കമന്നടിച്ച് വീണിട്ട് കാര്യമില്ല. അതിനുള്ളിൽ എന്തൊക്കെ വേണം? ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ
അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് ഒട്ടിക്കണം, ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭക്തി നമുക്ക് തരണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ്. ശരിക്കും ആരിലുള്ള സംതൃപ്തി? ദൈവത്തിലുള്ള സംതൃപ്തി. മറ്റു അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നതും കൈമാറേണ്ടതും ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും ഉപവിപ്രവർത്തനങ്ങളെ ഉപവികൊണ്ടും സമ്പൂർണമാക്കുകയും. അപ്പോൾ ഉപവി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ തന്നെ മുന്തിയ രൂപമാണ്. അപ്പോൾ വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്. അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ രൂപങ്ങളെയും നമ്മൾ കണ്ടു. വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്നതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നീ അവിശ്വാസിയായി തുടരുന്നുവെന്നാണ്. ടൈമിൽ ഞാൻ ഓൺലൈനായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഭർത്താവിന് ഈ അടുത്ത്, അതായത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഏകദേശം 4 ദിവസങ്ങൾക്ക് മുന്നേ 2 ജൂലൈയിൽ ആൾക്കൊരു സഡൻ സ്ട്രോക്കിൻ്റെ എപ്പിസോഡ് ഉണ്ടായി. ആൾ ദുബായിലായിരുന്നു. ആ ടൈമിൽ ആൾക്ക് വയ്യാണ്ട് വന്നു. ആൾ ബാത്റൂമിനകത്തായിപ്പോയി. എല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 6 hours തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 50-50 ചാൻസസ് ഡോക്ടർ എല്ലാവരോടും പറയുള്ളൂ. എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് ആരും പറയത്തില്ല. അപ്പോൾ ആളൊരു 12 hours ഒരു ബാത്റൂമിനകത്ത് പെട്ടുപോയി. അവിടെ ദുബായിലായിരുന്നത് കൊണ്ടും കൂടുതൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ആരും അടുത്തുണ്ടാവാഞ്ഞൊരു സാധ്യതയായിരുന്നുകൊണ്ടും പുള്ളി ആ ഒരു 12 hours എങ്ങനെയൊക്കെ അതിൽ മാനേജ് ചെയ്തു. 12 hours കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ ഫ്രണ്ട്സ് വന്ന് ബാത്റൂം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മനസ്സിലായത് ആൾ അതിൻ്റെ അകത്തുണ്ടെന്ന്. ആളെ വെളിയിൽ ഇറക്കുമ്പോഴാണ് എനിക്ക് നാട്ടിലേക്ക് കോൾ വരുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിന് സ്ട്രോക്കാണെന്ന് തോന്നുന്നു, ലെഫ്റ്റ് സൈഡ് നല്ല വീക്ക്നെസ് ഉണ്ട്, ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. കോള് കട്ടായി. ആൾക്ക് അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാ ബ്ലഡ് ചെക്കപ്പും കഴിഞ്ഞതിൻ്റെ ബേസിൽ ആൾക്ക് ഡയബറ്റിക് ആയതുകൊണ്ടായിരിക്കാം സ്ട്രോക്ക് വന്നതെന്ന് പറഞ്ഞു. ഡയബറ്റിക് HbA1c ചെയ്തപ്പോൾ 12.6 ആയിരുന്നു. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഡോക്ടറും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫിറ്റ് ടു ട്രാവൽ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്ന് ഞങ്ങൾ നാട്ടിൽ ആസ്റ്റർമെഡ് സിറ്റിയിലേക്ക് മാറ്റിയ ആളെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടേഴ്സ് സെയിം ടെസ്റ്റുകളൊക്കെ ഇവിടെയും കണ്ടിന്യൂ ചെയ്തു. കുറേ അധികം ടെസ്റ്റുകൾ ചെയ്തതിൽ HbA1c അവിടത്തേനേക്കാളും കുറച്ച് വ്യത്യാസം, എന്നാലും 11.6 തന്നെയായിരുന്നു ഇവിടെയും. പിന്നീട് MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അവർക്കൊരു ഡൗട്ട് തോന്നി. അവർ DSA ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ചെയ്തു. അതിൽ ആളുടെ ബ്രെയിനിൽ 2 ഭാഗത്തും കാരോട്ടിഡ് ആർട്ടറി നാരോയിങ് സ്റ്റേജിലാണെന്നും അതൊരിക്കലും റിക്കവറി ഉണ്ടാവാത്തൊരു സ്റ്റേജാണെന്നും ടെമ്പററി ആയിട്ട് എന്ത് വേണേലും ചെയ്യാം, പക്ഷേ ആൾക്ക് ഇനി ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ ആളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡെയിലി ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ആൾക്ക് കൊണ്ട് ഇവിടുത്തെ തൈലം കൊടുത്തു. കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൾക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോഴും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ആംഗിൾ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫിസിയോ കൊടുത്തു. ഡെയിലി മരുന്നും തിന്നിങ് ആയിട്ടുള്ള മരുന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ നാരോയിങ് ആർട്ടറീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും മെഡിസിൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു കുറച്ച് നാൾ നമ്മൾ നല്ലോണം ഡെയിലി ഫിസിയോ കൊടുത്തു. ഫസ്റ്റ് റിവ്യൂവിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല, ഇനി കാല് ശരിയായില്ലെങ്കിൽ കാലിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ കൂടെ നടത്തേണ്ടി വരും, അത് സ്ട്രോക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും ജനറലി ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു ടൈമിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാറ്റം വരും. കുറച്ചൊക്കെ ആളെ ഡയറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് നിർത്തി. ഡയറ്റ് അക്കോർഡിംഗ്ലി
ഞാൻ കൊടുത്തു. 2 മാസം കഴിഞ്ഞ് വീണ്ടും റിവ്യൂവിന് ചെന്നു. ഞങ്ങളുടെ അടുത്ത് ഡോപ്ലർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോപ്ലർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തു. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ HbA1c 1 മാസം മുന്നേ ചെയ്തത് 11.6 ആണെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 5 ആയിട്ട് മാറി. ഡോക്ടറിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഹൈക്കിൽ നിന്നൊരാൾക്ക് ഡയറ്റും മെഡിസിനും കൊണ്ട് ഇത്ര പെട്ടെന്ന്, അതായത് 2 മാസത്തിനകത്ത് വന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് അമ്മ മാതാവ് തന്നെ ചെയ്തു തന്നതാണ്. രണ്ടാമത് ആളുടെ സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന ആ ഒരു കാരോട്ടിഡ് ആർട്ടറിയുടെ നാരോയിങ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്കാൻ റിപ്പോർട്ടായിട്ട് ഡോക്ടറിന് അത് ഫീൽ ചെയ്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും അത് കൺഫേം ചെയ്യാനായിട്ട് ഇനിയൊരു സ്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു 2 months കഴിഞ്ഞേ ഉള്ളൂ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഇത്രയും പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് മാതാവ് കാണിച്ചു തന്നത് കൊണ്ട് അതും ഓക്കെ ആവുമെന്ന്. എന്നാലും ഇത്രയും റിക്കവറി ഒരാൾക്ക് വരുമെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ വഴി തന്നെയാണ്. കാരണം ആൾ ശരിക്കും കിടപ്പിലായിരുന്നു. യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു. ആൾ ശരിക്കും മോഷൻ ചെയ്യാൻ വരെ മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ആളിപ്പോൾ എല്ലാം സെൽഫായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ദൈവം തന്ന അനുഗ്രഹത്തിനെ ഓർത്ത് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. എൻ്റെ പേര് മീനു. ഞാൻ വരുന്നത് ഹരിപ്പാട് നിന്നാണ്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് 9/8/2021 നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പെട്ടെന്ന് ബോഡി ഫുള്ള് സ്വെല്ലിംഗ് ആയൊരു, എന്താ അസുഖം എന്നറിയത്തില്ല, ബോഡി ഫുള്ള് സ്വെല്ലിംഗ് ആയി. ആൾക്ക് ക്രിയാറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവിടുന്ന് 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ പോകാനൊരു മാർഗ്ഗമില്ലാതെ ഞങ്ങൾ 2 ആളും വീട്ടിൽ തന്നെ കിടന്നു. 10-12 ദിവസം ആയതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബ്രദറിനെ, ഹസ്ബൻഡിൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ സുഖമില്ല, ആൾ തീരെ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ കൃപാസനം എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കി സെർച്ച് ചെയ്യുമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇനി ഇവിടുത്തെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ആ ചേച്ചി ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഈ ഹിന്ദുവാണ്. ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാൻ തുടങ്ങി. വെളുപ്പിനെ 5:30 ആയപ്പം അതോടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ നീരും കൂടാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഒരു മാർഗ്ഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആളിനെ കൊണ്ടുപോകുന്ന, നേരെ പുഷ്പഗിരിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് ആളിനെ ആദ്യം കൊണ്ടുവന്നത് ICUലേക്ക് മാറ്റി. അന്ന് അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ ഡയറക്റ്റായിട്ട് ഡയാലിസിസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ ICUവിൻ്റെ ഒക്കെ വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇയാളെങ്ങനെ ജീവിച്ചിരുന്നു ഇത്രയും ദിവസവും എന്നോട് ചോദിച്ചു. ഈ 10-12 ദിവസം ഈ ബോഡി ഫുള്ളും ഇത്രയും നീരായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കത്തില്ല. സിസ്റ്റർമാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇത് എന്തോ അത്ഭുതമാണ്, ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കാണുന്നതെന്ന് പറഞ്ഞു. നടന്നു പോലും ഇന്നിച്ചു പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ താങ്ങിയാണ് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ആൾ നടന്നാണ് തിരികെ വീട്ടിൽ വരുന്നത്. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സമ്പാദ്യമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ആൾ ചെറുപ്പമാണ്. ഇപ്പം ഡോക്ടറിൻ്റെ ആ ഒരു വാക്കിൽ ഞാനൊന്നും ചിന്തിച്ചില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്കൊരു ഡോണറിനെ കിട്ടി. മാർച്ച് 2 ഞങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. സമ്പാദ്യമൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എല്ലാ വഴിയും മാതാവ് തന്നെ വന്ന് തുറന്നു തന്നത്. സർജറിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക് പോലും എങ്ങനെയാണ് നടന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഓരോ സ്ഥലത്തും എനിക്ക് വേണ്ടിയിട്ട് എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റായി എനിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊരു കാര്യത്തിലും എനിക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല. ഓപ്പറേഷൻ സക്സസ് ആയി 3-ാമത്തെ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഇവിടെ ആരും ഇല്ല. അപ്പം ഞാൻ ഇവിടുന്ന് കൗണ്ടറിൽ ഇരിക്കുന്ന മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപമുണ്ട്, അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു രൂപമാണ്. ഞാൻ ഇത് മാത്രം കൈ പിടിച്ചിട്ടാണ് ഞാൻ എല്ലായിടവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, വീട്ടിൽ മുതിർന്ന ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചുകൊണ്ട് പോവാം, അവരോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ആരും ഇല്ല, മാതാവ് മാത്രമേ ഉള്ളൂ, ഡോക്ടർ പറഞ്ഞോളാൻ പറഞ്ഞു. അതുപോലെ ട്രാൻസ്പ്ലാന്റ് സക്സസ് ആയിരുന്നു, പക്ഷേ വെച്ച വൃക്ക പ്രവർത്തിക്കുന്നില്ല, എന്താ കാര്യമെന്ന് അറിയത്തില്ല, ഒരു ഒപ്പിട്ട് തരണം, നമുക്ക് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്തു. ഇപ്പം ആൾക്ക് വൃക്കയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്.
10-12 ദിവസം പിന്നെയും ആൾ ICU തന്നെ. ഒരു രക്ഷയില്ല വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ തന്നെ എന്താ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളിനെ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാനും ആളും ഒരു റൂമിലേ ഉള്ളൂ. അപ്പോൾ ആളുടെ വയറ്റിൽ ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ആ ഭാഗത്തായിട്ട് ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ട് ആളുടെ നെഞ്ചത്ത് ഞാൻ എൻ്റെ കയ്യിലിരുന്ന മാതാവിനെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ആളുടെ ചുറ്റും, എനിക്ക് അറിയത്തില്ല പ്രാർത്ഥന എന്തോന്ന്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എങ്കിലും ഞാൻ ജെറിക്കോ പ്രാർത്ഥന ആ സമയത്തൊക്കെ ഞാൻ മൊബൈലിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആളുടെ ചുറ്റും, ആ കട്ടിലിന് ചുറ്റും മാതാവിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കാശുരൂപം ആളുടെ വയറ്റത്ത് വെച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഷാജിയുടെ റിപ്പോർട്ട് തന്നെയാണോ ഇതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ചെയ്ത റിപ്പോർട്ടിൽ അതിൽ സർക്കുലേഷനൊന്നുമില്ല. രണ്ടാമത് ഇന്നലെ രാത്രി ചെയ്ത റിപ്പോർട്ടിൽ വെച്ച വൃക്കയ്ക്ക് ചുറ്റും നന്നായിട്ട് സർക്കുലേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ 2027 ഓഗസ്റ്റ് 27 ഞങ്ങളുടെ വിവാഹ വർഷം. മാതാവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് 27 അടുത്ത വിവാഹ വർഷത്തിന് എൻ്റെ ഹസ്ബൻഡിന് ഈ ക്രിയാറ്റിൻ 0.8 എന്നുള്ളൊരു റിപ്പോർട്ട് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഈ ഓഗസ്റ്റ് 27 അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് 0.8 എന്നുള്ളൊരു റിപ്പോർട്ടിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ റിപ്പോർട്ട്. അദ്ദേഹത്തിന് അതിനുശേഷം ഈ സർജറിക്ക് ശേഷം ഈ ബോഡിയിൽ എപ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം. WBCയുടെ കൗണ്ട് കണ്ടമാനം കൂടിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കൗണ്ടിന് യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സർജറി കഴിഞ്ഞവർക്ക് പലർക്കും ഇപ്പോഴും ക്രിയാറ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടായാലും അതിനുശേഷം 1, 2, 3 വട്ടം ആൾക്ക് WBCയുടെ കൗണ്ട് കൂടിയിട്ടും ക്രിയാറ്റിൻ ലെവൽ മാത്രം ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പോഴും സ്റ്റേബിളായിട്ട് തന്നെയാണ് ആൾക്ക് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മോന് ഇതുപോലെ പെട്ടെന്ന് അവന് സാച്ചുറേഷൻ അങ്ങ് ഡൗൺ ആവുക എപ്പോഴും. അത് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ അവനെ ICUയിൽ ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ നിന്ന വേഷത്തിൽ തന്നെയാണ് വന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ICUയിലേക്ക് മാറ്റണം, കുഞ്ഞിന് സാച്ചുറേഷൻ കുറവാന്ന് പറഞ്ഞു. ICU കയറ്റി ഓരോ മണിക്കൂർ കഴിയുന്തോറും എൻ്റെ കുഞ്ഞിന് ഷുഗർ ലെവൽ കൂടി വരിക. ഷുഗർ ലെവൽ കൂടുന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഷുഗർ പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ ഷുഗർ രോഗം മൂലം അദ്ദേഹം ഈ 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത്രയും രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയത്. അദ്ദേഹത്തിൻ്റെ വന്ന അതേ രോഗം തന്നെ എൻ്റെ മകനും വന്നെന്നറിഞ്ഞാൽ വേറെ ഒന്നും നോക്കത്തില്ല, അദ്ദേഹം ആത്മഹത്യ തന്നെ ചെയ്യുമെന്ന് തന്നെ എനിക്കറിയാം. കാരണം എപ്പോഴും എന്നോട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ മധുരം കൊടുത്ത് വളർത്തരുത്, കാരണം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ മക്കൾ അനുഭവിക്കരുതെന്ന്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പം അവിടെ ഡ്യൂട്ടി നിന്ന സിസ്റ്റർ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് 300-നടുപ്പിച്ച് ഷുഗർ ലെവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാമൻ്റെ വൈഫ്, എൻ്റെ മാമിയോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരത്രയും നേരം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 5 മണിയായപ്പോൾ ആൾ വീട്ടിൽ ചെന്നു. ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞിന് തീരെ പറ്റുന്നില്ല, അവന് ഷുഗർ ഭയങ്കരമായിട്ട് കൂടുക, ചെയ്തു നോക്കുന്ന എല്ലാ ടെസ്റ്റും കൂടുക, എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പോയി കാശുരൂപവും ഉടമ്പടി തൈലവും എൻ്റെ ഉടമ്പടി പത്രിക എല്ലാം എടുത്തിട്ടൊന്ന് വാ, മാതാവിൻ്റെ രൂപം ഇവിടെയുണ്ട്, അതും കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു 5 മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, 5:30ക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു. 6 മണിയോളം ആയിക്കഴിഞ്ഞപ്പം അടുത്ത ഷിഫ്റ്റിൽ സിസ്റ്റർ കയറിയിട്ട്, ആ സിസ്റ്റർ ICU തന്നെയാണ്, പീഡിയാട്രിക് വാർഡ് ആയതുകൊണ്ട് നമ്മളെ അമ്മമാരെ അടുത്ത് തന്നെ കിടത്തും. അപ്പോൾ ആ അടുത്ത ഷിഫ്റ്റിൽ വന്ന സിസ്റ്റർ വന്നിട്ട് കുഞ്ഞിൻ്റെ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ അതിന് 1/2 മണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിന് 293 ലെവൽ കാണിച്ച ഷുഗർ 100 കാണിച്ചു. അപ്പം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, ശ്രേയാൻ്റെ ഷുഗർ ലെവൽ എത്രയാണ്? അപ്പം അതിന് തൊട്ട് മുമ്പ് നോക്കിയ സിസ്റ്റർ നോക്കിയപ്പം 293 ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന സിസ്റ്റർ നോക്കി പറഞ്ഞ് അവന് 100 പറഞ്ഞു. പിന്നെ ഡോക്ടർ ചോദിച്ചു, ശ്രേയാൻ്റെയാണ് ചോദിച്ചത്, അത് 100 ഡോക്ടറെ എന്ന് പറഞ്ഞു. അത് ശ്രേയാൻ്റെ തന്നെ ചോദിച്ചത്, അപ്പം ഡോക്ടറെ അവൻ്റെ 100. അപ്പം ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ 1/2 മണിക്കൂർ മുമ്പ് അവന് 300-നടുപ്പിച്ച് ഷുഗർ ലെവൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ മുട്ട വിളിച്ച് ഞാൻ മാതാവിനോട് സ്തുതി പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഷുഗർ രോഗം മാത്രം കൊടുക്കരുത്, തിരികെ ഞാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ അച്ഛനെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അമ്മയെ കാണിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അത് ഡോക്ടർക്ക് തന്നെ വലിയൊരു അതിശയമായിരുന്നു. പെട്ടെന്ന് പിന്നെ അവനെ നോക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും നോർമലായി വന്നു. പിറ്റേന്ന് രാവിലെ അവനെ ICUന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ അന്ന് വൈകുന്നേരം തിരികെ വീട്ടിൽ പോകുന്ന നേരത്ത് ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയത്. അതിനുശേഷം
ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാസം അവർക്ക് ഒരു മരുന്ന് ഇമ്മ്യൂണിറ്റി ടാബ്ലറ്റിനും അത്യാവശ്യം നല്ല റേറ്റാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് പുറകിലോട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആരും സഹായിക്കാനും ആരുമില്ല. ആ ഒരു സമയത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചു, എനിക്കൊരു ജോലി ആവശ്യമാണ്. എനിക്കൊരു ജോലി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിട്ടിട്ട് പോകാനും എനിക്ക് പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കുടുംബത്തെ ഇന്ന് നോക്കാൻ എനിക്കല്ലാതെ മറ്റ് വേറെ ആർക്കുമില്ല. അല്ല, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ എന്നും ഒരു ബാധ്യതയായി തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഞാൻ ആ ഭാഗത്ത് വന്ന് നിന്നു. ഞാൻ മാതാവിനെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചതിലൊരു ജോബ് വിസ അടിച്ച് പോകാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല. കാരണം എനിക്ക് വേണ്ടി ഒരു ജോലി നോക്കി തരാൻ പോലും എനിക്ക് വിളിച്ചത് പറയാൻ ആരുമില്ല. അമ്മ തന്നെ എനിക്ക് പോയി എല്ലാം ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഞാൻ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയി ഏജൻസിയിൽ, അന്ന് എനിക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പോയി സാധിച്ചില്ല. മൂന്നാമത് ഞാൻ ഇത് 2 പ്രാവശ്യം പോയിട്ട് പറ്റിയില്ലല്ലോ, ഇന്നെന്തായാലും പോയിട്ട് എല്ലാ പേപ്പേഴ്സും കൊടുത്തിട്ട് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം മോൻ്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ട്യൂഷനിൽ നിന്ന് ശ്രേയാന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഇവിടുന്ന് ഞാൻ ഓടി, അവന് ആസ്മാറ്റിക്കാണ്, ഇവിടുന്ന് ഞാൻ ഓടി പഫും എല്ലാം എടുത്ത് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് അവനെ കൊണ്ട് നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പം ജീവിതത്തിൽ ഇന്ന് വരെ അവന് ആസ്മാറ്റിക്കാണ്. അവന് സാച്ചുറേഷൻ എപ്പോഴും 92-93 അവന് വരത്തുള്ളൂ.